കൂട്ടുകാരെ ഒരു കാര്യം പറഞ്ഞു തരുമോളെ 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 ഞാനേ പിടിച്ചുള്ള നിലത്ത് വയ്ക്കണ്ട. അയ്യോ. ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ബ്ലോഗാണ് കൂട്ടുകാരെ. അപ്പോൾ ഈവനിങ് ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബ്ലോഗാണ്. പുറത്തത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ടി വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇത് ഇന്നലത്തെ വീഡിയോയുടെ പകുതിയാണ് കേട്ടോ, ബാക്കിയാണേ. അതെടുത്ത് ഞാൻ പറയാലോ. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ വല്ലാണ്ട് ലോങ് ആയിപ്പോയിട്ടോ. ഒന്നാമത് വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല, അതിൻ്റെ ഇടയിൽ ലെങ്ത്തും കൂടി കൂട്ടി എൻ്റെ നെറ്റ് കളയാമെന്നല്ലാണ്ട് വ്യൂസും ഇല്ല, കമൻറ്റും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ വീഡിയോയ്ക്ക് ഭയങ്കര അധികം സങ്കടം ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്നത്തെ ഈവനിങ് എന്തായിരുന്നു സ്പെഷ്യൽ എന്നുള്ളത് അതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ടെങ്കിലും ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ. ഞാൻ ഇതൊക്കെയല്ല നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഈവനിങ് എന്തായിരുന്നു സ്പെഷ്യൽ? അതോ ചായ മാത്രമായിരുന്നു? പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയും. ഇവിടെ മക്കൾ അങ്ങനെയാണ് കേട്ടോ. സ്കൂൾ വിട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നത് ഇന്നെന്താ കടി ഉണ്ടാക്കി, ഇന്നെന്താണുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഓടി വരിക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയും നേരം പഠിച്ചും കളിച്ചും തളർന്നിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് ഇന്നിപ്പോൾ എന്താണ് ഉണ്ടാക്കിയത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാകും. അപ്പോൾ കയറി വരുമ്പോൾ എന്നെ ചോദിക്കാതെ. അപ്പോൾ ഞാൻ ആദ്യം പറയും, ആദ്യം പോയിട്ട് കൈയും മുഖമൊക്കെ കഴുകി വരിക, അല്ലെങ്കിൽ മേല് കഴുകിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഭക്ഷണം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ, ഇന്നതാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ പിന്നെ അവർക്ക് ഒന്നും കൂടി ഉത്സാഹം കൂടുള്ളൂ. അപ്പോൾ പിന്നെ ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരും കേട്ടോ. പിന്നെ ചുടാപ്പി കുളിക്കില്ല കേട്ടോ. ചുടാപ്പി എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര കളിയാണ് കേട്ടോ. 10 ദിവസമായിട്ട് മണ്ണിലും കളിക്കും അല്ലാണ്ടും കളിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളപ്പം കുളിക്കില്ല. ആൾ വന്നതും സോപ്പൊക്കെ ഇട്ട് കൈയും കാലൊക്കെ ഒന്ന് കഴുകും കേട്ടോ. കൈയും കാലൊക്കെ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം എന്നിട്ടാണ് ചായ കുടിക്കാതിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു കളിയാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കയറുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ബാങ്കൊക്കെ കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ രണ്ടാളെയും മേലൊക്കെ ഒന്ന് ചൂടുവെള്ളമൊക്കെ വെച്ച് മേലൊക്കെ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതാരും മറക്കരുത് കേട്ടോ. എന്താണ് ഇന്ന് ഈവനിങ് സ്നാക്സ് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, വീഡിയോ കാണുന്നവർ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ലൈക്കും വ്യൂസും സബും എല്ലാം കുറവാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ ടൈമിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് ഈ പാവത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെപ്പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടുത്തെ ചെടിയൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ അതിനുള്ള സമയം കിട്ടാറില്ല. പിന്നെ സമയത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, മടി, അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയാം കേട്ടോ. ആദ്യമൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എനിക്ക് ഒട്ടും മടി ഉണ്ടായിരുന്നില്ല കേട്ടോ. കിട്ടുന്ന ടൈമിൽ മുഴുവൻ എൻ്റെ ചെടിയും ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പാത്തൂസ് ആയതിൻ്റെ ശേഷമാണ് കേട്ടോ അവളുടെ പുറകെ ഇങ്ങനെ നടക്കൽ തുടങ്ങിയപ്പോൾ പിന്നെ ആ ഒരു ഇതങ്ങോട്ട് മൈൻഡ് പോയിട്ട് ചെടീനോടുള്ളൊരു താല്പര്യമല്ല, എന്നാൽ വല്ലാണ്ട് അങ്ങോട്ട് ഒരു കെയറിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ വിചാരിക്കും കേട്ടോ, ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും മറ്റേത് അങ്ങനെയല്ല. നേരം വെളുത്തതും എണീറ്റിട്ട് ഇന്ന് പൂവിൽ തലേ ദിവസം അതിൽ പൂവിൽ മുട്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് വിരിഞ്ഞു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയി നോക്കാതായിരിക്കും കേട്ടോ. അത് ഇപ്പോൾ ഉള്ള സമയത്തൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ 2 പേർക്കും ചെടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാന്തായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴായാലും ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും കേട്ടോ, ചെടികളൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ആ ഒരു പ്രാന്ത് എൻ്റെ ദിലൂനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടൈമിൽ എൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ ചട്ടിയിലൊക്കെ മണ്ണൊക്കെ നിറച്ച് ചെടികൾ നട്ടുകൊടുക്കാം, രാവിലെ നേരം വെളുത്തതും ഓടിപ്പോവുക, ആദ്യം അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനാദ്യം ചീത്ത പറയും, എപ്പോഴും അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ആൾക്ക് ആ ഒരു ഇല്ല, വേറെ ഒന്നല്ല കേട്ടോ. ആളിപ്പോൾ ഫുട്ബോൾ കളിയിലൊക്കെ ഇങ്ങനെ കയറിയപ്പോൾ പിന്നെ ആൾക്ക് അതിനോടായിട്ടോ മെയിൻ കളി എന്ന് പറഞ്ഞാൽ ഫോണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ലൊരു സമാധാനമാണ് കേട്ടോ. ഇവിടെ 3 പേരായാലും ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് തല്ലുപിടിക്കാറില്ല കേട്ടോ. ഫോണിൻ്റെ കാര്യമില്ല. ഇപ്പോൾ അതേപോലെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് തന്നെ ഫോണിലേക്ക് ഇപ്പം അങ്ങനെ അയക്കാറൊന്നുമില്ല കേട്ടോ. എഴുതാനുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയുടെ ആ ഒരു ടൈമിലാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചു തരാം അങ്ങനെയൊക്കെ.
അപ്പം തന്നെ എന്നോട് ചോദിച്ചിട്ട് ഫോൺ എടുത്ത് കൊണ്ടുപോകുക, പിന്നെ ആളെൻ്റെ അടുത്ത് ഇരുന്നിട്ട് എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഫോൺ വേണം എന്നൊരു നിർബന്ധം ഇവർക്കില്ല കേട്ടോ. പിന്നെ ഉമ്മ വന്ന് കഴിയുമ്പോഴാണ്, വല്ലപ്പോഴല്ല, മാസത്തിൽ 2 ദിവസം അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വല്ലാണ്ട് പറയാറൊന്നുമില്ല കേട്ടോ. പിന്നെ കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ. അപ്പോൾ പിന്നെ 2-3 ദിവസം നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയും, ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഞാൻ പറയും ഇനി കൊടുക്കണ്ട കേട്ടോ എന്ന് പറയും. എന്താ വെച്ചാൽ പിന്നെ 2 പേര് അടിയാകാനും ചാൻസ് ഉണ്ടാവാറുണ്ട് അങ്ങനെ. അപ്പോൾ അതിനിപ്പോൾ അവൾക്കും കൂടി കയറി വരണ്ടല്ലോ എന്ന് വിചാരിക്കും പാത്തൂസിനും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഫോൺ കൊടുക്കാറില്ല. പിന്നെ ഈ ഒരു കളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെവിടെ പാത്തൂസ് കണ്ടില്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുറകെ വരും. ഇപ്പോൾ ചെടി നനയ്ക്കാനായാലും അടിച്ചു വാരാനായാലും എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകെ പാത്തൂസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അവൾക്ക് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നേരം പാട്ട് പാടി ഇങ്ങനെ നടക്കും. അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സുഡാപ്പിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പുസ്തകമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, UKG തന്നെ സെക്കൻഡ് ടൈം എക്സാം കഴിഞ്ഞതിൻ്റെ ബുക്കുണ്ട്. അതിലത്തെ പാട്ടുകൾ മൊത്തം അവൾ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെ പാടി നടക്കും. ഇല്ലെങ്കിൽ അവൾക്ക് വായിൽ എന്താണോ തോന്നുന്നത് വെച്ചാൽ അതങ്ങോട്ട് പാടി നടക്കും കേട്ടോ. അങ്ങനെയാണ് പാത്തൂസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. മിണ്ടാതെ ഒരു മിനിറ്റ് അവളിരിക്കില്ല. അവൾ ഉറങ്ങുമ്പോൾ പിന്നെ എന്തെങ്കിലും ദേഷ്യം പെട്ടൊക്കെ ഇരിക്കുമ്പോൾ അല്ലാണ്ട് അവൾ ഒരിക്കലും മിണ്ടാതിരിക്കില്ല. ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ അതുകൊണ്ടാണ് കേട്ടോ വോയിസ്. എല്ലാവരും എന്നോട് പറയുന്നുണ്ട് വീഡിയോയിൽ ഓൺ ദ സ്പോട്ട് വോയിസ് കൊടുക്കാനായിട്ട്. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല. ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ആ വീഡിയോയിലേക്ക് കയറി വരും. എന്താ വെച്ചാൽ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവരത് അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് കേൾക്കാത്ത പോലെ നിൽക്കും. എന്നിട്ട് എന്തെങ്കിലും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ദേഷ്യവും വരും. അപ്പോൾ നമ്മൾ ഒന്നാമത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരും. എന്നാലും ഞാനിപ്പോൾ ഇനി ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നോട് കുറേ പേര് പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് വീഡിയോ. ഇപ്പോൾ വ്യൂസൊക്കെ കുറവല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ കൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതും കൂടി ഒന്ന് പറയണം കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താണ് അഭിപ്രായം എന്നുള്ളത്. പാത്തൂസ് ഇങ്ങനെ പാട്ടൊക്കെ പാടിത്തരാമെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കി നോക്കാമല്ലോ നമുക്ക്. പാത്തൂസ് ഇപ്പോഴും ഇങ്ങനെ പാടിയും കൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടുമ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇനി വീഡിയോ ചെറിയ ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആയാലും അല്ലെങ്കിൽ ലെങ്ത് ഉള്ള വീഡിയോ ആയാലും ഞാൻ പാത്തൂസിൻ്റെ പാട്ടൊക്കെ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതേ കുറേ ദിവസമായിട്ടോ ഈ ചെടി ഹാങ് ചെയ്തിട്ടുള്ള ചെടിയൊക്കെ നാശമായിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് വെച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ അതിന് സമയം കിട്ടിയിട്ടുള്ളത്. സമയം എന്ന് പറയുന്നത് സമയം നമ്മൾ കണ്ടെത്തണം. സമയം നമ്മളെ കാത്തു നിൽക്കില്ലല്ലോ. നമ്മൾ അതിനെ പിടിച്ചു നിർത്തണം. സമയം പിടിച്ചു നിർത്താൻ പറ്റാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ സമയത്തിൻ്റെ ഒപ്പം നമ്മൾ ഓടിപ്പോകണം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചെന്തായാലും അതങ്ങോട്ട് നടത്തിയെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ നടത്തിയിട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ചെടികൾ വെച്ച് ചട്ടികൾ നിലത്ത് വെച്ചെടുത്തൊന്നും ഇപ്പോൾ അധികം പുല്ലൊന്നുമില്ല. ഇപ്പോൾ വെയിലായ കാരണം അങ്ങനെ പുല്ലൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ചെടിയിൽ ഇങ്ങനെ വെള്ളം എന്തായാലും വേണ്ടി വരുമല്ലോ. ഇപ്പോൾ വെയിലായ കാരണം എന്തായാലും ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു നനവ് കൊണ്ട് ഇനിയിപ്പോൾ പുല്ല് കിളിർത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ വരിക. സാധാരണ മഴക്കാലത്ത് മാത്രമാണ് നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാത്ത ഒരു ബുദ്ധിമുട്ട് വരാം. ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ ഇതുള്ളത്. പിന്നീട് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ആ സമയത്തൊക്കെ ചട്ടിയിലായാലും അതെ നിലത്തായാലും മൊത്തത്തിൽ പുല്ലായിരിക്കും കേട്ടോ. ഇനി നമുക്കിനി അത് ക്ലീൻ ചെയ്യാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചാനലുണ്ട് കേട്ടോ, ഇന്ദു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൾ ഇതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ പുല്ല് പറിക്കുന്ന എല്ലാവരും കാണാറുണ്ട്, വീഡിയോയിലും പറയാറുണ്ട്. വേറെ പ്രശ്നമൊന്നുമല്ല, നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒക്കെ ആ വെള്ളം ഇങ്ങനെ പോയിട്ട് അവിടെയൊക്കെ പുല്ല് കിളിർത്ത് വരും. അതുപോലെ തന്നെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നടത്തം, അതുപോലെ ഇങ്ങനെ നടക്കാത്ത വഴികൾ അല്ലെങ്കിൽ അധികം പെരുമാറാത്ത സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പുല്ല് മുളയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടേക്ക് ഒന്ന് അടിച്ചു വാരി. അപ്പോൾ അടിച്ചു വാരുന്ന ടൈമിൽ കുറച്ച് വെള്ളം കൂടി കുടഞ്ഞു കൊടുത്തതാട്ടോ. അപ്പോൾ വെയിലൊക്കെ ആയ കാരണം നല്ല പൊടിമണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ അടിച്ചിങ്ങോട്ട് അകത്തേക്കാണ് കയറുക കാറ്റത്ത്. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം കുടഞ്ഞിട്ടാണ് കേട്ടോ അടിച്ചു വാരാൻ. അപ്പോൾ അടിച്ചു വാരാൻ വെള്ളം കുടയാൻ പോയ ടൈമിലാണ് കേട്ടോ ഒരു അച്ചാച്ചൻ വരുന്നുണ്ടായി. ഞാൻ കണ്ടില്ല. വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ പോലും ആൾ ഒരുമിച്ചിരുന്നു. ഭാഗ്യത്തിന് മേത്തായില്ല കേട്ടോ. അച്ചാച്ചൻ അങ്ങനെ ചിരിച്ച് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. ഞാനും പറഞ്ഞു ഭാഗ്യം കണ്ടത് എന്നിട്ടോ, അല്ലെങ്കിൽ ആളുടെ മുഖത്തേക്ക് തന്നെ വന്നേനെ കേട്ടോ.
പിന്നെ അങ്ങനത്തൊക്കെ കഴിഞ്ഞു. അവിടുത്തെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചട്ടിയിലത്തെ മണ്ണൊക്കെ ഒന്ന് കൊട്ടിയിട്ടാണ് കേട്ടോ വീണ്ടും ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മണ്ണുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വാരിയിട്ട് ഇവിടെ മിളകും തൈ ഉണ്ടല്ലോ, വെള്ളമിളക്, അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാന്താരി ഞാൻ വേറെ ഇതേപോലെ തന്നെ കുറച്ച് ഞാൻ വേറെ പാവിയിട്ടുണ്ട് കേട്ടോ. ഇതിലുണ്ടായിരുന്ന മുളക് പഴുത്തത് എടുത്തിട്ട് വേറൊരു കുഞ്ഞ് ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ആയിട്ട് അതൊന്ന് കൊടുക്കാമെന്ന്. പിന്നെ നാളേക്കുള്ള കൂട്ടാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ തന്നെ പറിച്ച് വയ്ക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ലപോലെ അങ്ങോട്ട് കഴുകിയെടുക്കുക കേട്ടോ. ആദ്യം പുഴുണ്ടോ ഇലയിൽ എന്തെങ്കിലുമൊക്കെ പ്രാണികൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ആദ്യം നോക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കുക. പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കാട്ടിയിട്ട് ഇങ്ങനെ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ തുണി ഊരിയെടുക്കില്ലേ, അതേപോലെ മുരിങ്ങയല്ല ചീര നമ്മൾ 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ അഴുക്ക് പോകാനുള്ളതുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ മിക്കവാറും ചെയ്യാറ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ, പിറ്റേ ദിവസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ആ ചീര എടുത്തിട്ട് വെച്ച് നോക്കിയേ, ഒട്ടും തന്നെ ചീരയിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചീര വെക്കാറ്. ചീര അന്ന് തന്നെ നന്നാക്കി അന്ന് തന്നെ വെക്കുക, ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കുക, അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് വെക്കാനായിട്ട്. പിന്നെ ഒന്നുമില്ലാണ്ട് നമ്മളിങ്ങനെ നോക്കി നടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ചീരയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ പറിച്ച് വെക്കാമെന്നല്ലാണ്ട് എങ്ങനെ ആയാലും ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ ചീരയൊക്കെ ഉപ്പേരി വെക്കാറ്. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ അത് എൻ്റെ പുറത്ത് 10 ദിവസം വരുന്നുണ്ട്. അവള് പാവക്കുട്ടീനൊക്കെ നിലത്തിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയണം നിലത്തിട്ടുണ്ടാന്നൊക്കെ കേട്ടോ. പിന്നെ ഇതേ കണ്ടോ, ചീരയൊക്കെ നല്ല ഫ്രഷ് ചീര, 2 കൊമ്പുള്ളൂ കേട്ടോ. പക്ഷെ അത്യാവശ്യം ചീര, എനിക്കൊരു കറിക്കുള്ള ചീര എന്നും കിട്ടും കേട്ടോ. ഇതിനിപ്പോൾ പറിച്ച് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതേപോലെ തന്നെ ആവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരാം.